Game on! Now game on with Kiko and get your power mode on. If you have not experienced the same, download the game. Available on Google Play. ഇന്ന് ഞാൻ കുറെ കൂടുതൽ കഴിച്ചു. നല്ല ചൂടുള്ള പൊറോട്ടയായിരുന്നു. പിന്നെ ഐസ്ക്രീം ആണെങ്കിൽ എന്റെ ഹാബിറ്റുമാണല്ലോ. ആഹാ, നമ്മൾ കഴിച്ച ഭക്ഷണങ്ങളൊക്കെ ഒന്ന് സൂം ചെയ്ത് നോക്കിയാൽ മതി, വയറ് നിറയും. ചേട്ടാ ഒന്ന് പെട്ടെന്ന് ബില്ല് കൊണ്ടുവാ. തീർച്ചയായും സാർ. ഇതാ 1,20,000 രൂപയുടെ ബില്ലോ? എടോ, ഞങ്ങൾ കഴിച്ചതിന്റെ ബില്ല് കൊണ്ടുവരാനാ പറഞ്ഞേ, അല്ലാതെ കഴിച്ചവരുടെ മുഴുവൻ ബില്ലല്ല. സാർ, 1200 അപ്പുറത്ത് 2 ഡോട്ട് ഇടാൻ മറന്നു പോയതാ ഞാൻ. നന്ദിയുണ്ട് കൂട്ടുകാരാ. കണി കഴിച്ചു തീർത്തത് കറക്റ്റ് സമയത്താ. ഇനിയും ബില്ല് കൂടുന്നതിന് മുമ്പ് വീട്ടിലേക്ക് പോകാം. പച്ചനെ ഒരുപാട് ഇഷ്ടപ്പെട്ടു. നിനക്ക് പച്ചണം ഒരുപാട് ഇഷ്ടപ്പെട്ടോ? നിനക്ക് പച്ചണം ഞാൻ ഇപ്പൊ തരാം. എല്ലാ ദിവസവും വിശ്രമം മാത്രം. ഇവനെ എന്തെങ്കിലും ഒരു ജോലി ഏൽപ്പിച്ച അപ്പൊ തന്നെ ഇവന്റെ മുഖം കൊച്ചു കുട്ടികൾക്ക് നാരങ്ങ തിന്നാൻ കൊടുത്ത പോലെ ഇരിക്കും. ഇപ്പൊ നിന്റെ വയറ് നന്നായി നിറഞ്ഞു കാണുമല്ലോ. പച്ചനൊന്നല്ല, പച്ചനൊന്നാണ് പറഞ്ഞത്. ഞാൻ വീണ്ടും ഭക്ഷണമൊന്നല്ലേ പറഞ്ഞേ, പിന്നെ എന്റെ നാക്കിൽ പച്ചനൊന്നെന്താ വരുന്നേ? വേറെന്തെങ്കിലും പറഞ്ഞു നോക്കാം. ബനി, എനിക്ക് വറുത്തത് എന്തെങ്കിലും താ. വറുത്ത കോഴിക്കാലല്ലേ നീ നേരത്തെ കഴിച്ചത്? എന്നിട്ട് നിന്റെ വിശപ്പ് മാറിയില്ലേ വലിയ? ഞാൻ പറഞ്ഞത് വറുത്തതെന്നാണ്. വറുത്തത് ഫ്രിഡ്ജിൽ വെച്ച് വറുത്തെടുക്കില്ലേ അത്. വറുത്തത് തണുത്തത് തണുത്തത് വറുത്തത്. ആ, ഇപ്പഴാ മനസ്സിലായത്. എനിക്ക് തന്നത് വറുത്തതെന്നല്ല, അവന് തണുത്തത് വേണമെന്നാ പറയുന്നേ. ഞാനും അത് തന്നെയല്ലേ പറഞ്ഞത്. ഇപ്പോ നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറയുന്നത്? ഇവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊത്തളിയാ. ഞാൻ കൊത്തളിയനല്ല, വലിച്ചു വാരി തിന്നപ്പോ പേര് മറന്നുപോയോ? കൊത്തളിയാന്നല്ല, അവൻ കൊച്ചളിയാന്ന് തന്നെയാണ് വിളിച്ചത് ബണി. അവനെ ഇപ്പോ ശരിക്കും സംസാരിക്കാൻ കഴിയുന്നില്ല. എന്താ? അല്ലെങ്കിലേ ഇവൻ പറയുന്ന ഒന്നും മനസ്സിലാകാറില്ല. ഇനിയിപ്പൊ പറയുന്നതിന്റെ അർത്ഥം കൂടി കണ്ടുപിടിക്കണമെന്ന് വെച്ചാ, കൂട്ടുകാരെ, ഇവൻ കഴിച്ചതിൽ എന്തോ ഒന്ന് അലർജിയായി മാറിയിട്ടുണ്ടാവും. അതുകൊണ്ടാ നേരെ ഒന്ന് സംസാരിക്കാൻ പറ്റാത്തെ. ഇവന്റെ ഈ അലർജി മാറ്റാനായിട്ട് ഇവനെ നമുക്ക് തലകുത്തി നിർത്താം. അപ്പൊ കഴിച്ചതെല്ലാം പുറത്തേക്ക് വരും. വരൂ കൂട്ടുകാരെ, ഇവനെ തലകുത്തി നിർത്താം നമുക്ക്. വേണ്ട, എനിക്ക് കുഴപ്പമില്ല, എനിക്ക് കുഴപ്പമില്ല. നീ ഒരു കൊലപ്പുള്ളിയാണെങ്കിലും കുഴപ്പമില്ല, ഞങ്ങൾ നിന്നെ നേരെയാക്കും. സംശയമുണ്ടോ? സോലാൽ, ഇതിന് നല്ലതിന് വേണ്ടി പറഞ്ഞതാ, കുഴപ്പമില്ലെന്ന് പറഞ്ഞതാണ്. ആഹാ, അറിയോ ഹണി? നിക്ക് ഹണി, ഇതിന് നല്ലതിന് വേണ്ടി പറഞ്ഞതാ. വേണ്ട. എനിക്ക് കുഴപ്പമില്ല, എനിക്ക് കുഴപ്പമില്ല. എന്റെ പുതകെ വരില്ലേ? അയ്യോ, പണ്ട് ഞാൻ ക്ലാസ് കട്ട് ചെയ്തപ്പോൾ പ്രിൻസിപ്പൽ ഓഫീസിലേക്ക് വിളിപ്പിച്ചു. ഞാൻ രാവിലെ ഒരു പ്രാവശ്യം കുളിച്ചതാ, നിങ്ങൾ എന്നെ വീണ്ടും കുളിപ്പിച്ചു. അടികൈ തന്നെത്താന്റെ തുക തന്നെയല്ലേ? ഇവനെന്താ തുക വേണമെന്ന് ചോദിക്കുന്നത്? നീ അതിനെപ്പോഴാണ് ബാങ്കിൽ നിന്ന് ലോൺ എടുത്തത്? ടോലു, പ്ലീസ് ട്രാൻസ്ലേറ്റ്. പുക വേണമെന്നല്ല, സുഖമാണെന്ന് ചോദിച്ചതാണ്. ഹണിയുടെ നാക്കിൽ എന്തോ പ്രശ്നമായതുകൊണ്ട് അവനിപ്പോ ശരിക്കും സംസാരിക്കാൻ കഴിയുന്നില്ല. എന്നാ പിന്നെ ഞാനൊരു കവിത ചൊല്ലാം. രക്ഷിക്കണേ, രക്ഷിക്കണേ. അവൻ ശിക്ഷിക്കണോന്നാ പറയുന്നതെന്ന് തോന്നുന്നു. അല്ല, ഈ പ്രാവശ്യം ഞാൻ രക്ഷിക്കണം എന്നാണ് പറഞ്ഞത്. ഇദ്ദേഹത്തിന്റെ കവിത എനിക്ക് കേക്കണ്ട. രക്ഷിക്കണേ, രക്ഷിക്കണേ.
എന്റെ പിള്ളേരെ ഇഞ്ചക്ഷൻ വയ്ക്കുമ്പോൾ ഡോക്ടർ പറയും ഒന്നും പറ്റില്ല, അലർജി സത്യത്തിൽ തൊണ്ടയിലാണ്, അതുകൊണ്ട് ഇവൻ യോഗ ചെയ്ത ഒന്നും പറ്റില്ല. അടികൈ. Game on! Now game on with Kiko! And get your power mode on! If you have not experienced the same, download the game! Available on Google Play. നിങ്ങൾ ഹണിയെ കൊണ്ട് ടങ്കിൽ യോഗ ചെയ്യിക്ക്. അപ്പോഴേക്കും ഞാൻ അകത്ത് പോയി മരുന്നുകളെ കുറിച്ച് കൂടുതൽ വിവരങ്ങളുമായി തിരിച്ചു വരാം. കണ്ണസറിന്റെ യോഗ ചെയ്യിക്കാനുള്ള ഐഡിയ കൊള്ളാം. ഞാൻ തെയ്യൂല. എടാ നിന്നോട് തെയ്യം കളിക്കാനല്ല പറഞ്ഞത്, നീ യോഗ മാത്രം ചെയ്താ മതി. ചോലു പ്ലീസ് ട്രാൻസ്ലേറ്റ്. അത് തെയ്യോന്നല്ല പറഞ്ഞത്, ചെയ്യില്ല എന്ന് പറഞ്ഞതാണ്. ഇപ്പൊ കറക്റ്റ് യോഗയാ ഹണി ചെയ്യുന്നത്. ബണി കുറച്ചും കൂടെ സ്പീഡ് കറക്കിക്കോ. യോഗ കൊണ്ടൊന്നും ഒരു ഗുണവും ഇല്ലെന്നേ. ഞാൻ ബാലു വൈദ്യരെ ഫോണിലൊന്ന് വിളിക്കട്ടെ. ഹണിക്കുള്ള മരുന്ന് അയാളുടെ കയ്യിൽ കാണും. വേഗം പോയിട്ട് വരാം. ഗുഡ് ഐഡിയ കൊത്തലിയ, ഗുഡ് ഐഡിയ. ഹലോ, ബാലു വൈദ്യരല്ലേ? വേഗം വീട്ടിലോട്ടൊന്ന് വരണം പ്ലീസ്. ഓക്കേ. ബാലു വൈദ്യരെ വന്നാലും എന്നെ തകായിക്കോ കാലു വൈദ്യരെ. ഇവിടെ വരൂ. ഞാൻ കാലിന്റെ മാത്രമല്ല, കയ്യ്, മുഖം, കഴുത്ത് എല്ലാം ചികിത്സിക്കുന്ന വൈദ്യരാണ്, അല്ലാതെ ഒരു മുറിവൈദ്യനല്ല. വരുന്ന വഴിക്ക് ഞാനൊരു കാലി ചായ കുടിച്ചു. അവിടെ നിന്നാണ് ഞാൻ ഈ പഴം വാങ്ങിച്ചത്. ഞാൻ കാല് മാത്രമല്ല, ചെവിയും കണ്ണും മൂക്കും ഒക്കെ നോക്കുന്ന വൈദ്യരാണ്. അങ്ങനെയുള്ള എന്നെ നീ കളിയാക്കുന്നോ? ചോലു പ്ലീസ് ട്രാൻസ്ലേറ്റ്. ഡോക്ടർ ബാലു, നിങ്ങളെ കാലൂന്നല്ല, ബാലു തന്നെയാണ് വിളിച്ചത്. ഇവന്റെ നാക്കിനകത്ത് എന്തോ പ്രശ്നം വന്നതുകൊണ്ട് ഇവനിപ്പോ ശരിക്കും സംസാരിക്കാൻ കഴിയുന്നില്ല. നിന്നെ തെറ്റിദ്ധരിച്ചതിന് എന്നോട് ക്ഷമിക്കൂ. വേണ്ട എന്ന് പറയുന്നതെല്ലാം കഴിക്കൂ. എപ്പോഴും നന്നായി ചിരിക്കൂ. ഹണി, നീ നിന്റെ വായ തുറക്ക്. ഇപ്പോ ഞാൻ എന്റെ മാഗ്നിഫൈ ഗ്ലാസ് പുറത്തെടുക്കാം. ഓക്കെ. കണ്ണുകളിൽ കറുപ്പുണ്ട്. കണ്ണിനുള്ളിലാണെങ്കിൽ 2 ഉണ്ടകളുമുണ്ട്. ഇത് കണ്ടിട്ടാണെങ്കിൽ എന്തോ പ്രശ്നവുമുണ്ട്. വൈദ്യരെ എന്താ പ്രശ്നം? ആളുകളുടെ പല്ലിലാണ് ബാക്ടീരിയ ഉണ്ടാവുന്നത്. ഹണിയുടെ വായിൽ നിറച്ചും കരടികളാണല്ലോ. ഇങ്ങോട്ട് തന്നെ ഞാൻ നോക്കട്ടെ. ഇത് ബാലു വൈദ്യര് തന്നെയാ. ഇത് മാഗ്നിഫൈൻ ഗ്ലാസ് ഒന്നും അല്ല, ഇത് കണ്ണാടിയാ, കണ്ണാടി. സോറി, അറിയാതെ ഞാൻ എന്റെ ബാഗിലെടുത്ത് വെച്ചത് ആവശ്യമില്ലാത്ത സാധനമാണ്. ഹണിയെ ചികിത്സിക്കാൻ വേണ്ടിയിട്ട് നമുക്കിപ്പോ മാഗ്നിഫൈൻ ഗ്ലാസിന്റെ ആവശ്യമില്ല. ആ കിട്ടി. എന്ത് ചികിത്സ വേണമെന്ന് മനസ്സിലായി. എന്റെ വീടിനടുത്ത് വെള്ളത്തിന്റെ ഒരു പൈപ്പുണ്ട്. അതിനടുത്ത് ഞാൻ ഔഷധ സസ്യങ്ങൾ നട്ടിട്ടുണ്ട്. ആ ചെടികൾ കൊണ്ട് ഞാനൊരു ഔഷധം ഉണ്ടാക്കിയിട്ടുണ്ട്. ബാഗിൽ അതിന്റെ ഒരു കുപ്പി വെച്ചിട്ടുണ്ട്. ആ മരുന്ന് ഹണി കുടിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും ഹണിക്ക് പഴയതുപോലെ ആകാൻ സാധിക്കും. ആ വാ തുറക്ക് വലിയ. വലിയ നിനക്കെന്തെങ്കിലും പറ്റിയോ? എനിക്ക് കൊലപ്പില്ല. അയ്യോ, ഇവൻ പഴയതുപോലെ ആയില്ലല്ലോ വൈദ്യരെ. ഇപ്പോഴും കൊലപ്പോല്ല എന്ന് പറയുന്നേ. ഈ മരുന്ന് കൊണ്ട് ശരിയായില്ലെങ്കിൽ അതിനർത്ഥം ഹണിക്ക് വേറെന്തോ അസുഖമാണെന്നാണ്. എനിക്ക് പുതിയ മരുന്നുണ്ടാക്കാനായിട്ട് കുറച്ച് നെല്ലിക്ക, കുറച്ച് പഞ്ചസാര, പിന്നെ അല്പം അശ്വഗന്ധയും വേണം. വരൂ, കിച്ചണിൽ പോയിട്ട് എനിക്ക് മരുന്നുണ്ടാക്കാനുള്ള സാധനങ്ങൾ എടുത്തു തരൂ.
ആഹാ ലഡു ബാലുവൈദ്യരെ ഓ, മരുന്നുണ്ടാക്കാനുള്ള എല്ലാ സാധനങ്ങളും ഇതാ ഇവിടെ ഉള്ളത്. ഞാൻ ആലോചിച്ചത് മരുന്ന് കഴിച്ചാൽ എല്ലാവരുടെയും അസുഖം മാറും. അസുഖം മാറുന്നത് നല്ലതാണെങ്കിൽ മരുന്നുണ്ടാക്കുന്നതും വളരെ നല്ല കാര്യമാണ്. അപ്പൊ പിന്നെ ഒരു നല്ല കാര്യം ചെയ്യുന്നതിന് മുമ്പ് മധുരം കഴിക്കുന്നതും നല്ലതല്ലേ? ഓ എന്റെ കൊണ്ട എന്റെ കൊണ്ട എന്റെ കൊണ്ട. എന്തുകൊണ്ടെന്നാ വൈദ്യരെ ഈ പറയുന്നേ? അടി കൊണ്ടെന്നാണോ ഇടി കൊണ്ടെന്നാണോ? തെളിച്ച് പറ, സംശയമുണ്ടോ? ഹലോ, ഇതെന്താ പല്ലിയേ? ചോലു പ്ലീസ് ട്രാൻസ്ലേറ്റ്. കൊണ്ടായെന്നല്ല തൊണ്ടായെന്നാണ് പറഞ്ഞത്. ഇദ്ദേഹം അണിയെ പോലെ സംസാരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ രോഗം തൊടുന്നതിലൂടെയാണ് വരുന്നത്. ഓഹോ, ഇതൊരു അസുഖമല്ലെന്നേ. തൊടുന്നത് കൊണ്ട് കുഴപ്പവും ഇല്ല. ഇവർക്കുണ്ടാകുന്ന ഈ അവസ്ഥ പല്ലുകൾക്കിടയിൽ നാക്ക് കുടുങ്ങിയത് കൊണ്ട് പറ്റിയതാ. അതിനുള്ള മരുന്ന് എന്റെ കയ്യിൽ തന്നെ ഉണ്ട്. ഇപ്പൊ തന്നെ ഞാൻ അതെടുക്കാം. അയ്യോ അയ്യോ ഇപ്പൊ തന്നെ ഞാൻ അതെടുക്കാം. ഇവിടെ വരൂ. മരുന്ന് കഴിച്ചപ്പോൾ ഞാൻ പഴയതുപോലെ തന്നെയായി. ഹണി, ഇനി നീ പറയൂ. ഇനി ഞാൻ ചൊറിയും. ചൊറിയോന്നല്ല പറയും. ബാലുവൈദ്യരെ, ഇവ ഇപ്പോഴും പഴയതുപോലെ ആയില്ല. അതല്ല, എന്റെ നാക്കിൽ ഈ അലർജി കാരണം ഭയങ്കര ചൊറിച്ചിലായിരുന്നു. ഇനി നന്നായിട്ട് ചൊറിയാലോ, എന്റെ അസുഖം മാറിയില്ലേ? ദാ കൂട്ടുകാരെ, നിങ്ങൾ തന്നെ നോക്കിയേ, ഞാൻ എല്ലാ വാക്കുകളും എത്ര ക്ലാരിറ്റിയിലെ പറയുന്നത്. ഇപ്പൊ എനിക്ക് സംസാരിക്കാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല. ഞാൻ പറയുന്ന വാക്കുകളൊക്കെ ഇപ്പൊ നല്ല ക്ലിയർ ആയിട്ട് കേൾക്കുന്നുണ്ട്. മതി മതി, ഞങ്ങൾക്കെല്ലാം മനസ്സിലായി. നിന്റെ സംസാരത്തിന് ഇപ്പൊ നല്ല ക്ലാരിറ്റി ഉണ്ട്. ഇനിയിപ്പോ സോർദാറിന് നിന്റെ സബ് ടൈറ്റിലായിട്ട് ഇങ്ങനെ കറങ്ങേണ്ട ആവശ്യം വരില്ലല്ലോ. സംശയം ശരിയാണ് പറഞ്ഞത്.